അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, ഇനി സുന്ദരന്റെ അദ്ഭുതമായ വേറൊരു ചരിത്രത്തെ കേൾക്കുവിൻ. ഇത് സർവലോക പ്രസിദ്ധമാണ്, സർവപാപഹരവുമാണ്. മഹേശ്വരൻ പ്രസന്നനായാൽ പിന്നെ മനുഷ്യർക്ക് ദുർലഭമായിട്ട് എന്താണുള്ളത്? എന്നാലും ഭക്തന്മാർ ഭക്തിയെ ഒഴിച്ച് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അവിനാശി എന്നു ജഗൽ പ്രസിദ്ധമായ ഒരു ശിവസ്ഥലമുണ്ട്. അവിടെ ശിവഭക്തന്മാരാൽ അലങ്കൃതമായ ഒരു അഗ്രഹാരമുണ്ട്. ആ അഗ്രഹാരത്തിൽ സ്നേഹിതന്മാരായ 2 ബ്രാഹ്മണർ അടുത്ത ഗ്രഹങ്ങളിൽ വസിച്ചിരുന്നു. ആ മഹാത്മാക്കൾക്ക് 2 ആൾക്കും ഒരേ മാസത്തിൽ തന്നെ പുത്രന്മാരുണ്ടായി. ആ ബാലന്മാർക്ക് ബാല്യത്തിൽ തന്നെ രാമലക്ഷ്മണന്മാർക്കെന്ന പോലെ അന്യോന്യം സ്നേഹമുണ്ടായി. ആ ശിശുക്കൾ 2 ആൾക്കും ചൗളകർമ്മം കഴിഞ്ഞു. 2 ആളും ഒരുമിച്ച് കളിച്ചുകൊണ്ട് അങ്ങുമിങ്ങും നടക്കുമ്പോൾ കാലഗതി കൊണ്ട് ഒരു സരസിന്റെ വക്കത്ത് ചെന്നു. ബാല്യചാപല്യത്താൽ താമര പുഷ്പത്തെ പറിപ്പാനായി അവരിൽ ഒരു കുട്ടി ജലത്തിലിറങ്ങി. ഒരു കുട്ടി പേടിച്ചു കരയിൽ തന്നെ നിന്നു. ജലത്തിലിറങ്ങിയ കുട്ടിയെ ഒരു മുതല പിടിച്ചു താഴ്ത്തിക്കളഞ്ഞു. കരയിൽ നിൽക്കുന്ന കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുക്കെ ചെന്ന് മറ്റേ കുട്ടി ജലത്തിൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞു. ആ സ്ത്രീ ജലത്തിൽ മുങ്ങിയ കുട്ടിയുടെ അച്ഛനമ്മമാരോട് പറഞ്ഞു. അവർ ആ ഗ്രാമവാസികളെയെല്ലാം കൂട്ടി സരസിലിറങ്ങി. വൈകുന്നേരം വരെ തപ്പിനോക്കി. കുട്ടിയെ കാണാതെ ഗ്രാമവാസികളെല്ലാം ശോകാകുലന്മാരായി മടങ്ങിപ്പോയി. ഏകപുത്രന്മാരായ മാതാപിതാക്കൾ ശോകസന്തപ്തന്മാരായിട്ടു തന്നെ കാലം കഴിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ 2 സംവത്സരം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സൂക്തിസുന്ദരനായ സുന്ദരൻ വേദസാരമായ ഗീതയെ അധ്യയനം ചെയ്തുകൊണ്ട് ത്യാഗേശ്വര ശാസനാൽ ഓരോ ശിവസ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് അവിനാശി ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ മരിച്ച കുട്ടിയുടെ സ്നേഹിതനായ ബാലന് ഉപനയനം ചെയ്യിച്ച് മരിച്ച കുട്ടിയുടെ മാതാവിനെ തന്റെ മാതാവിനെ പോലെ നമസ്കരിച്ചു. അപ്പോൾ ആ സ്ത്രീ ആ കുട്ടിയോട് തുല്യവയസ്സായ തന്റെ പുത്രനെയോർത്ത്, എന്റെ പുത്രനുണ്ടെങ്കിൽ അവനും ഉപനയനം കഴിയില്ലേ എന്ന് വിചാരിച്ച് ഉറക്കെ കരഞ്ഞു. ഇങ്ങനെ കരയുമ്പോൾ സുന്ദരൻ ശിവക്ഷേത്രത്തിൽ മഹേശ്വരനെ നമസ്കരിച്ച് സ്തുതിച്ച് ബ്രാഹ്മണരോടുകൂടി വീതി പ്രദക്ഷിണമായി വരുമ്പോൾ കരച്ചിൽ കേട്ട് അവിടെ തന്നെ നിന്നു. ഇതെന്താണെന്ന് ബ്രാഹ്മണരോട് ചോദിച്ചു. അവർ പൂർവവൃത്താന്തമെല്ലാം പറഞ്ഞു. ഉടനെ സുന്ദരൻ ആ സ്ത്രീയോട് കരയാതിരിപ്പാൻ പറഞ്ഞു. കുളത്തിന്റെ വക്കത്ത് ചെന്ന് നിന്നു മഹേശ്വരനെ സ്തുതിച്ചു. അപ്പോൾ മഹേശ്വരാനുജ്ഞയാൽ മുതല ആ ബ്രാഹ്മണപുത്രനെ യാതൊരു അവയവങ്ങൾക്കും ഹാനി കൂടാതെ അതാത് അവയവങ്ങളിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളോടുകൂടി ഛർദിച്ചു. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും സുന്ദരനെ മഹേശ്വരനാണെന്ന് വിചാരിച്ചു. സുന്ദരൻ എല്ലാ ശിവസ്ഥലങ്ങളിലും ഗൗരീസമേതനായ മഹേശ്വരനെ മാധുര്യവാക്കുകളാൽ സ്തുതിച്ചു. മഹേശ്വരന്റെ പ്രസാദത്തെ ലഭിച്ചു. കമലാലയത്തിൽ തന്നെ മടങ്ങിവന്നു. ത്യാഗേശ്വരന്റെ സന്നിധിയിൽ നിന്ന് ദേവനെ നമസ്കരിച്ച് സ്തുതിപ്പാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും സുന്ദരനോട് സ്വാഗതം ചോദിച്ചു. സുന്ദരനു ത്യാഗേശനെ കണ്ടപ്പോൾ ചന്ദ്രോദയം കണ്ട സമുദ്ര തരംഗങ്ങൾ എന്ന പോലെ സുന്ദരവാക്കുകൾ വർദ്ധിച്ചു തുടങ്ങി. ഉടനെ മഹേശ്വരനെ സ്തുതിക്കുവാൻ തുടങ്ങി. ഹേ മഹേശ്വര, പണ്ടൊരു കൽപ്പത്തിൽ ദേവന്മാർ അസുരന്മാരോട് തോറ്റതിനാൽ ശംഖചക്രഗദാധരനായ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. വിഷ്ണു ഗരുഡാരൂഢനായിട്ട് അസുരന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ദേവന്മാരും അസുരന്മാരും കൂടി വലുതായ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അസുരന്മാർ വിഷ്ണുവിന്റെ നന്ദകം എന്നു പേരായ വാളിനാൽ ഛിന്നമസ്തകന്മാരായും ഗദകൊണ്ട് ഒടിഞ്ഞ കൈകളോടുകൂടിയവരായും ശാർംഗജാവധ്വനിയാൽ മൂർച്ഛിതന്മാരായും ചക്രതേജസ്സിനാൽ ദഹിച്ചവരായും ഭവിച്ചു. അതുമാത്രമല്ല, ഗരുഡന്റെ പക്ഷവായുവിനാൽ ഉണങ്ങിയ ഇലകളെ പറപ്പിക്കുന്നത് പോലെ സകല ദൈത്യരെയും പറപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ സങ്കടപ്പെട്ടവരായ അസുരന്മാർ പേടിച്ച് ഓട്ടം തുടങ്ങി. അവർ രക്ഷയ്ക്കായി ഭൃഗുമുനിയുടെ ആശ്രമത്തിൽ ചെന്നു. അവിടെ മുനിയെ കണ്ടില്ല. ഗർഭിണിയായിരിക്കുന്ന ഭൃഗുപത്നിയെ ശരണം പ്രാപിച്ചു.
ആ സ്ത്രീ അവർക്ക് അഭയം കൊടുത്തു. അവർ ആശ്രമത്തിന്റെ അകത്ത് പോയിരിക്കുകയും ചെയ്തു. വിഷ്ണുവാകട്ടെ ദൈത്യ സൈന്യത്തെയും സേനാപതികളെയും കാണാഞ്ഞതിനാൽ അവരെ തിരഞ്ഞു പുറപ്പെട്ടു. ദൈത്യന്മാർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നറിയാനായി ദേവന്മാർ അഗ്നിയെ അയച്ചു. അഗ്നി സകല വൃത്താന്തവും ദേവന്മാരോട് അറിയിച്ചു. അത് കേട്ട് വിഷ്ണു തന്നെ ശരണം പ്രാപിച്ചരായ ദേവകളെ രക്ഷിക്കുവാൻ വേണ്ടി ഗരുഡാരൂഢനായിട്ട് ഭാർഗവാശ്രമത്തിലേക്ക് പോയി. ആശ്രമത്തിൽ വന്ന് വിഷ്ണുവിനെ കണ്ട ഭൃഗുപത്നി അർഘ്യപാദ്യാദികളാൽ പൂജിച്ചു സ്വാഗതവും ചോദിച്ചു. പിന്നെ ഭൃഗുപത്നി മധുരമായി ഇങ്ങനെ പറഞ്ഞു: ഹേ വിഷ്ണു, വളരെ കാലം ആഗ്രഹിച്ചിരിക്കുന്ന ദരിദ്രന് നിധി കിട്ടിയതുപോലെ ഭവാനെ കണ്ടതുകൊണ്ട് ഞാൻ ഏറ്റവും സന്തുഷ്ടനായി. ഹേ ശ്രീപദേ, ഞാൻ ഭവാനെ നമസ്കരിക്കുന്നു. ഭക്തവത്സലനായ ഭവാൻ ഭക്തയായ എന്നിൽ പ്രസാദിക്കണേ. ഭവാൻ ആദിമധ്യാന്തരഹിതനാണ്, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നവനുമാണ്. ബ്രഹ്മാദികൾ കൂടി ഭവാനെ അറിയുന്നില്ല. ഭവാൻ വേദവാക്കുകളാൽ സ്തുത്യനാണ്. എനിക്ക് ഭവാനെ കാണുവാൻ സംഗതി വന്നത് എന്റെ ഭാഗ്യം കൊണ്ടും ഭൃഗുമുനിയുടെ തപസ്സുകൊണ്ടുമാണ്. മഹാത്മാക്കൾ പുഷ്പം കൊണ്ടോ ഫലം കൊണ്ടോ അർച്ചിച്ചാലും പ്രസാദിക്കുന്നു. അതുകൊണ്ട് ഹേ ദേവ, എന്നെ അനുഗ്രഹിക്കുക. ഭവാൻ ഇവിടെ വന്നതിനുള്ള കാരണം എന്താണ്? കാരണം എന്താണെന്ന് അമൃതതുല്യമായ വാക്കുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുക. ഇങ്ങനെ ഭൃഗുപത്നിയുടെ പ്രാർത്ഥന കേട്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഹേ സാധ്വി, നിന്റെ പൂജയാൽ ഞാൻ പ്രസന്നനായി. ഞാൻ വന്നതിനുള്ള കാരണം പറയാം. ദേവന്മാർ ദൈത്യന്മാരുടെ ഭയത്താൽ ശരണാഗത രക്ഷകനായ എന്നെ ശരണം പ്രാപിച്ചു. അവരെ രക്ഷിപ്പാനായി ഞാൻ അസുരന്മാരെ കൊല്ലുവാൻ പുറപ്പെട്ടു. യുദ്ധം ചെയ്ത് അസുരന്മാരെ കൊല്ലുമ്പോൾ ചില ദൈത്യന്മാർ ഓടി കാട്ടിലേക്ക് വന്നു. ഈ ആശ്രമത്തിൽ വസിക്കുന്നുണ്ടെന്ന് അഗ്നി പറഞ്ഞു കേട്ടു. നിന്റെ ഭർത്താവ് ദേവന്മാരെയല്ലേ യജിക്കുന്നത്? അവർ നിന്നിൽ പ്രസന്നരായി ഭവിക്കും. അസുരന്മാർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയുക. ഞാൻ അവരെ ചക്രം കൊണ്ട് കൊല്ലട്ടെ. ഇങ്ങനെ വിഷ്ണു പറഞ്ഞു കേട്ട് ഭൃഗുപത്നി അധർമ്മ ഭയം കൊണ്ട് ആശ്രമദ്വാരത്തെ മറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു: ഹേ ആദിപുരുഷ, സജ്ജനങ്ങൾ ഭവാനെ സർവഭൂതങ്ങളിലും സമത്വമുള്ളവനാണെന്നല്ലേ പറയുന്നത്? ഭവാന് ചിലർ പ്രിയന്മാരെന്നും ചിലർ അപ്രിയന്മാരെന്നുമുള്ള ഭേദബുദ്ധിയില്ലല്ലോ. അതുമാത്രമല്ല, ഭവാൻ ജഗത്തിനെല്ലാം ഗുരുവായി ധർമ്മമാർഗത്തെ പ്രവർത്തിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭവാൻ അന്യന്മാരുടെ പ്രേരണയാൽ പാപം ചെയ്യുവാൻ ഉദ്യുക്തനായി ഭവിച്ചതിങ്ങനെ? ദേവന്മാർ ഭവാനെ ശരണം പ്രാപിച്ചതുപോലെ ദൈത്യന്മാർ എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ശരണാഗതന്മാരെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലുതായ പാപം മറ്റൊന്നുമില്ല. ഇതിന് ഉദാഹരണമായി പണ്ടത്തെ ഒരു ഇതിഹാസമുണ്ട്. പണ്ട് ശിബിചക്രവർത്തിയുടെ ധർമ്മത്തെ പരീക്ഷിപ്പാനായി ഇന്ദ്രൻ മാടപ്രാവായും അഗ്നി ഒരു പരുന്തായും പ്രാവിനെ ഭക്ഷിക്കാനും പുറപ്പെട്ടു. പരുന്തിന്റെ ഭയത്തിനാൽ പ്രാവ് ചെന്ന് ശിബിചക്രവർത്തിയെ ശരണം പ്രാപിച്ചു. അദ്ദേഹം ആ പ്രാവിനെ രക്ഷിപ്പാനായി തന്റെ ദേഹത്തിലുള്ള മാംസമെല്ലാം ആ പരുന്തിന് കൊടുത്തു. ശാശ്വതമായ കീർത്തി സമ്പാദിച്ചു. പ്രാണഭയം വന്നാൽ കൂടി ശരണാഗതന്മാരെ ത്യജിക്കുന്നതായാൽ ചന്ദ്രസൂര്യന്മാർ ഉള്ളവരേക്കും നരകം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ ശരണം പ്രാപിച്ചവരായ ദൈത്യന്മാരെ ഞാൻ ത്യജിക്കുകയില്ല. ഭവാൻ വന്ന വഴിക്ക് തന്നെ പൊയ്ക്കൊള്ളുക. അല്ലെങ്കിൽ എന്നെ ജയിച്ചിട്ട് ദൈത്യന്മാരെ ജയിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്രമദ്വാരത്തെ തടുത്തു നിൽക്കുന്ന പതിവ്രതയായ ഭൃഗുപത്നിയെ ദേവന്മാരുടെ പ്രേരണയാൽ വിഷ്ണു ചക്രം കൊണ്ട് കൊല്ലുകയും ചെയ്തു. അനന്തരം ആശ്രമത്തിൽ കടന്ന് അസുരന്മാരെയും കൊന്നു. അപ്പോൾ ദേവന്മാർ രക്ഷപ്പെട്ട് സ്വർഗലോകത്തിൽ പോയി സുഖമായി വസിച്ചു. അനന്തരം വലുതായ ഭ്രൂണഹത്യ വിഷ്ണുവിന്റെ നേരെ ഓടിയെടുത്തു. ആ ഭ്രൂണഹത്യയുടെ ശമനത്തിനായി വിഷ്ണു സകല ലോകങ്ങളിലും ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഭൃഗുമുനി ആശ്രമത്തിൽ വന്ന് വൃത്താന്തമെല്ലാം അറിഞ്ഞു. തന്റെ തപശക്തി കൊണ്ടും വിദ്യ കൊണ്ടും പത്നിയെ ജീവിപ്പിച്ചു.
പിന്നെയും അടക്കാൻ പാടില്ലാത്ത കോപത്തോടുകൂടി നിനക്കും ഭാര്യാവിയോഗം സംഭവിക്കട്ടെ എന്ന് വിഷ്ണുവിനെ ശപിച്ചു. ഭ്രൂണഹത്യയുടെ കൂടെ ഉഴലുന്ന വിഷ്ണുവിനെ കണ്ടിട്ട് ലക്ഷ്മി അതിന്റെ നിവൃത്തിക്കായി വിഷ്ണുവിനെ വിട്ട് കമലാലയത്തിൽ വന്നു. മഹേശ്വരനെ ഭക്തിയോടുകൂടി പൂജിച്ചുകൊണ്ടിരുന്നു. വിഷ്ണു ലക്ഷ്മി തന്നെ വിട്ടുപോയതിനാലും ഭ്രൂണഹത്യയാലും ആർത്തനായിട്ട് മുനികളോട് ഭ്രൂണഹത്യ നശിപ്പിക്കാനും ലക്ഷ്മിയെ ലഭിക്കാനും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവരെല്ലാവരും കൂടി വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് ഭൃഗുമുനിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. വിഷ്ണുവിന്റെ ഭ്രൂണഹത്യ നശിപ്പിക്കാനുള്ള പ്രായശ്ചിത്തം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഭൃഗുമുനി ശാന്തകോപനായിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു, ഹേ വിഷ്ണു, എന്റെ ക്രോധം ശമിച്ചിട്ടില്ലെങ്കിൽ 100 കൽപ്പകാലം കൊണ്ടും നിന്റെ ഭ്രൂണഹത്യ നശിക്കുന്നതല്ല. ദേവന്മാരും മുനികളും വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എന്റെ ക്രോധം ശമിച്ചത്. അത് നിന്റെ ഭാഗ്യം തന്നെ. സജ്ജനങ്ങൾ അപരാധം ചെയ്തവരോട് പ്രതിക്രിയ ചെയ്യുന്നില്ല. ദ്രോഹിച്ചവൻ സങ്കടപ്പെടുന്നത് കണ്ടാൽ മഹാന്മാർ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ പാപത്തിന് പ്രായശ്ചിത്തമില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാം, കേൾക്കുക. ശ്രീ രുദ്രമഹാമന്ത്രത്തെ 12 കോടി ജപിച്ച് ക്ഷീരം കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുക. അതാണ് പ്രായശ്ചിത്തം. ദേഹമെല്ലാം ഭസ്മം കൊണ്ട് ലേപനം ചെയ്ത് ഭസ്മത്തിൽ തന്നെ ശയിക്കുക. കമലാലയത്തിൽ പോയി സോമസ്കന്ധമൂർത്തിയായി സേവിച്ചാലും ലക്ഷ്മിയെയും ലഭിക്കും. ഇങ്ങനെ പറഞ്ഞ ഭൃഗുമുനി എല്ലാവരെയും പറഞ്ഞയച്ചു.